പ്രിയമുള്ളവരെ, താജ്മഹൽ ഒരു രാജാവിൻ്റെ സ്മരണയാണ്. ആ സ്മരണ ആയിരം ഓർമ്മകൾ, തന്നിൽ നിന്നും വേർപിരിഞ്ഞു പോയ തൻ്റെ ജീവിത പങ്കാളിയുടെ ഓർമ്മ കാത്തു സൂക്ഷിക്കാനായിട്ട് പണി കഴിപ്പിച്ച് ഈ മനോഹരമായ ശില കൽപ്പലകകൾ, മോശയുടെ കയ്യിൽ കൽപ്പലകയാണ് കിട്ടിയതെങ്കിൽ യാഹുവേ കൊടുത്തത് ഇവിടെ ഈ ജനത്തിനു വേണ്ടി ലോകം മുഴുവനും തൻ്റെ ജീവിത പങ്കാളിയുടെ ഓർമ്മ കാത്തു സൂക്ഷിക്കാൻ സൃഷ്ടിച്ചതാണ്. ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. പട്ടാളക്കാരെല്ലാം അടിച്ചു, ചുമന്ന ഉടുപ്പ് ധരിപ്പിച്ചു, ശരീരം മുഴുവനും രക്തം വാർന്നൊലിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പീലാത്തോസ് ചോദിക്കുക, നീ യഹൂദരുടെ രാജാവാണോ? അവർ നിർബന്ധിച്ചിട്ട് നിന്നോട് ചോദിച്ചതാണോ എന്ന് യേശു ചോദിക്കുന്നുണ്ട്. ഞാനല്ലല്ലോ, നിങ്ങളുടെ ആളുകളാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ രാജാവാണ്. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട്, സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട്, നന്മയുടെ ഉറവിടമായിട്ട് ഞാൻ വന്നതാണ്. ഒരു സത്യത്തിൻ്റെ സ്മരണയായിരുന്നു പീലാത്തോസിൻ്റെ അരമന മുറ്റത്ത് നിറവേറിയത്. അവിടെ ബറാബാസിന് പകരം യേശുവിനെ കൊല്ലാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഇത് ഒരു ഓർമ്മ. അവിടെ യേശു കുരിശിൻ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ആ കുരിശിൻ്റെ ഓർമ്മയുണ്ട്, ഉയർപ്പിൻ്റെ ഓർമ്മയുണ്ട്, സ്നേഹത്തിൻ്റെ ഓർമ്മയുണ്ട്. ഈ വെൺകൽപ്പർ കെട്ടിടം, വെള്ള മാർബിളിൽ തീർത്ത ഈ കെട്ടിടം എത്ര മനോഹരമായ ഇതിൻ്റെ മുമ്പിലിരുന്ന് ദൈവവചനം ചിന്തിക്കാൻ സാധിക്കുന്നത് എത്രയോ ഭാഗ്യമാണ്. കഴിഞ്ഞ 45 വർഷമായി ഞാൻ ആഗ്രഹിച്ച, ഇവിടെ വരുവാൻ ഒത്തിരി അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെക്കപ്പെട്ട ഈ അവസരത്തിൽ ഈ താജ്മഹലിൻ്റെ മുമ്പിൽ വരുമ്പോൾ മുള്ളുകൊണ്ടുള്ള മുടിയും കഴുത്തിൽ തോളിലേന്തിയ കുരിശും ഓർക്കുന്നു. കുരിശ് എന്തുന്ന പല മക്കളുണ്ട്. 143 കോടി ജനമുണ്ടായിട്ടും 141 കോടി ജനമുണ്ടായിട്ടും അവർക്ക് എത്ര പേർക്ക് ഈ മനോഹരമായ വേൾഡ് അത്ഭുതം, ലോക അത്ഭുതം കാണുവാൻ സാധിച്ചു? ഇവിടെ എത്തിച്ച എല്ലാവർക്കും ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കണ്ടുമുട്ടിയ എല്ലാ മനുഷ്യർക്കും നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ.